ഓക്കെ, അടുത്ത ചാപ്റ്റർ നമുക്ക് നോക്കാൻ പോകുന്നത് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഫോർ ദ ഡെറിവേറ്റീവ് ഓഫ് ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ. ഓക്കെ, ഒത്തിരി എളുപ്പമാണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് കൂടെയാണ്. ഓക്കെ, സോ അപ്പോൾ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല for a derivative of an analytic function. Okay, Cauchy's integral formula heading kannenga nalla reethi idilladukku Cauchy's integral formula for the derivative of an analytic function. Okay, so idinte namukku നേരത്തെ നോക്കി അതേ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് തരാൻ പോകുന്നത്. നോക്കുക തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ്, if f of z is analytic at all points inside and on a simple closed curve C, simple closed curve C. നേരത്തെ നോക്കിയതുപോലെ എഫ് ഓഫ് ഇസഡ് എന്നൊരു ഫംഗ്ഷൻ സി എന്ന് പറഞ്ഞ ക്ലോസ്ഡ് കർവിന്റെ ഇൻസൈഡും അതിന്റെ മുകളിലും അതെന്താണ്, അനാലിറ്റിക് ആണ്. ആൻഡ് ദ പോയിന്റ് എ അതിന്റെ പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ പോയിന്റ് എ ലൈസ് ഇൻസൈഡ് സി. ഒരു പോയിന്റ് എ എന്ന് പറഞ്ഞ പോയിന്റ് സർക്കിളിന്റെ ഇൻസൈഡ് ആണ്. then number one integral over C f of z divided by z minus a the whole square dz. ഇതിനു മുമ്പ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയിൽ സ്ക്വയർ ഇല്ല, ജസ്റ്റ് z minus a മാത്രം ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് z minus a the whole square വരികയാണെങ്കിൽ അതിന്റെ ഫോർമുല 2πi by 1 factorial into f dash of a. ഫോർമുല എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നിരിക്കുന്നത് z minus a the whole square എന്ന 2πi by 1 factorial. ഈ f of z നെ ഒരു പ്രാവശ്യം വിത്ത് റെസ്പെക്ട് z നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് z ന്റെ പ്ലേസിൽ a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2πi by 1 factorial f dash of a. f dash of ആകുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് f of z വിത്ത് റെസ്പെക്ട് z. പിന്നെ അവിടെ എന്ത് ചെയ്യണം, z ന്റെ പ്ലേസിൽ a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്പർ 2, സപ്പോസ് അതേ സെയിം കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓവർ c f of z divided by z minus a the whole cube dz വരികയാണെങ്കിൽ അതേ സെയിം 2πi by എന്താവും 2 factorial. ഇവിടെ ക്യൂബ് ആവുമ്പോൾ 2 factorial into f double dash of a. ഒന്നുകൂടെ തന്നിട്ട് ജനറൽ ഫോർമുല. സോ നമ്പർ 3 ഇന്റഗ്രൽ ഓവർ c f of z divided by z minus a the whole raised to 4 dz. ഇതിനെ മനസ്സിലായി കാണും, എന്താ എഴുതാൻ പോണെന്ന് മനസ്സിലായി കാണും. എന്താവും 2πi by 3 factorial into f triple dash of a. ഇവിടെ പവർ 4 ആകുമ്പോൾ triple dash of a ആണ്. സോ ഇതിനെ യൂസ് ചെയ്ത് നമ്മുടെ ജനറൽ ഫോർമുല എഴുതുകയാണെങ്കിൽ, സോ നമുക്ക് എവിടെ എഴുതാൻ ഇതിനെ യൂസ് ചെയ്ത ജനറൽ ഫോർമുല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി. നേരത്തെ ഉള്ള പോലെയാണ് സ്റ്റേറ്റ്മെന്റ്. എഫ് ഓഫ് z ഈ കർവിന്റെ ഇൻസൈഡും കർവിന്റെ മുകളിലും അനാലിറ്റിക് ആണ്. എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ആ സർക്കിളിന്റെ ഇൻസൈഡ് ആണ്. ഇതിനു മുമ്പ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയിൽ z മൈനസ് എ മാത്രം ഉണ്ടായിരുന്നു. സ്ക്വയർ വരികയാണെങ്കിൽ 2πi by 1 factorial ഇനി എഫ് ഓഫ് ഇസറ്റിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇസറ്റിന്റെ പ്ലേസിൽ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദ ഹോൾ ക്യൂബ് വരികയാണെങ്കിൽ 2 factorial എഫ് ഡബിൾ ഡാഷ് ഓഫ് എ. ഓക്കെ, അത് റൈസ് ടു 4 വരികയാണെങ്കിൽ ഇസറ്റ് റൈസ് ടു 3 factorial ആണ്. അപ്പോൾ ജനറൽ ഫോർമുല നമുക്ക് എന്തായിരിക്കും, ഇവിടെ നിന്ന് കിട്ടുന്ന ജനറൽ ഫോർമുല ഇത് ഞാൻ ജസ്റ്റ് മായ്ക്കാണ്. നേരത്തുള്ള അതേ സെയിം സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇൻ ജനറൽ ഇതൊക്കെ നോട്ട് എടുക്കണം കേട്ടോ. ഇൻ ജനറൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസറ്റ് ഡിവൈഡഡ് ബൈ ഇസറ്റ് മൈനസ് എ ദ ഹോൾ റൈസ് ടു n+1 ഇടുന്നു. n+1 dz വരുമ്പോൾ എന്താവും, പവർ 4 വരുമ്പോൾ 3 factorial ആണ്. n+1 വരുമ്പോൾ എന്താവും 2πi
ബൈ അവിടെ നിന്ന് ഒന്ന് കുറയ്ക്കുക. അപ്പോൾ എന്തായിരിക്കും n ഫാക്ടോറിയൽ. ഇവിടെ പവർ 4 ആകുമ്പോൾ 3 ഫാക്ടോറിയൽ, 3 ആകുമ്പോൾ 2 ഫാക്ടോറിയൽ. അപ്പോൾ n+1 ആകുമ്പോൾ 2πi/n ഫാക്ടോറിയൽ ഇൻറ്റു f റൈസ് ടു n. ഈ n എന്ന് പറയുന്നത് n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. f റൈസ് ടു n ആണെങ്കിൽ f ഇങ്ങനെ ഇടാം, f റൈസ് ടു n ഓഫ് a ആണ്. സോ ഇതാണ് അതിൻ്റെ ജനറൽ ഫോർമുല. ഓക്കെ, വളരെ ക്ലിയർ ആ മനസ്സിലാക്ക്. എഫ് ഓഫ് ഇസഡ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. എഫ് ഓഫ് ഇസഡ് എന്തായിരിക്കണം? സർക്കിളിൻ്റെ നീ എടുക്കുന്ന എഫ് ഓഫ് ഇസഡ് സർക്കിളിൻ്റെ ഇൻസൈഡും ഓൺ ദ സർക്കിളിലും അനാലിറ്റിക് ആയിരിക്കണം. എ എന്ന് പറഞ്ഞ പോയിന്റ് സർക്കിളിൻ്റെ ഇൻസൈഡ് ആണെങ്കിൽ അതിൻ്റെ ജനറൽ ഫോർമുല ഇസഡ് മൈനസ് എ ദ ഹോൾ റൈസ് ടു n+1 ആകുമ്പോൾ n+1 വരുന്നത് എന്താണ്? 2πi/, അതിൻ്റെ പവറിൽ ഒന്ന് കുറയ്ക്കുക, n ഫാക്ടോറിയൽ. പിന്നെ n ടൈംസ് എഫ് ഓഫ് ഇസഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇസഡിൻ്റെ പ്ലേസിൽ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അതിൻ്റെ എക്സാമ്പിൾ ആയിട്ടിലൊക്കെ നോക്കൂ. 2 വരികയാണെങ്കിൽ 1 ഫാക്ടോറിയൽ, 3 വരികയാണെങ്കിൽ 2 ഫാക്ടോറിയൽ, 4 വരികയാണെങ്കിൽ 3 ഫാക്ടോറിയൽ, എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എ. ജസ്റ്റ് മുമ്പ് നോക്കിയ അതേ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അതേ സെയിം ആണ്. ഇവിടെ നമുക്ക് പവർ കൂടെ വരുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ ഹെഡിങ് എഴുതിയത്. എന്താ എഴുതിയത് നമുക്ക്? കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ദ ഡെറിവേറ്റീവ് ഓഫ് എൻ അനാലിറ്റിക് ഫംഗ്ഷൻ. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട്. ഓക്കെ, പ്രോബ്ലം നോക്കാം, പ്രോബ്ലത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫോർമുലയൊക്കെ ക്ലിയർ ആയിട്ട് നോക്ക്. ഒരു പ്രാവശ്യം സ്റ്റിൽ ചെയ്ത് ഫോർമുല ക്ലിയർ മനസ്സിലാക്കി എടുത്തിട്ട് നമുക്ക് പ്രോബ്ലത്തിൽ പോവാം. ഓക്കെ, ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ഫോർമുല ഫസ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഫോർമുല നമുക്ക് ക്ലിയർ ആയി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രോബ്ലത്തിൽ പോകുമ്പോൾ ഒത്തിരി എളുപ്പമായിട്ടിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന ഓരോതും വളരെ പതുക്കെയാണ് തരുന്നത്. അതിനെ ക്ലിയർ ആയി മനസ്സിലാക്കിയ ശേഷം പ്രോബ്ലത്തിൽ പോവുക. ഓക്കെ, എക്സാമ്പിൾ 1. ഇവാലുവേറ്റ് integral over c z cube plus 3z minus 1 divided by z minus 2 the whole raised to the whole cube dz, where c is a circle. C is a circle. Modulus of z minus 3 equal to modulus of z minus 3 equal to 2. ഓക്കെ, തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നമുക്ക് z മൈനസ് 2 ദ ഹോൾ ക്യൂബ് ആയിരുന്നത്. ജസ്റ്റ് മുമ്പ് നമുക്ക് പവർ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം നമുക്ക് z മൈനസ് 2 ദ ഹോൾ ക്യൂബ് ആയിരുന്നു. ഓക്കെ, എങ്ങനെ ചെയ്യണം നോക്കാം. അതിൻ്റെ സൊല്യൂഷൻ ഒത്തിരി എളുപ്പമാണ് കേട്ടോ. സോ നമ്മുടെ the integrand എടുക്കുക. the integrand solution, the integrand എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റഗ്രേഷൻ ചെയ്യാൻ പോകുന്ന ആ ടോട്ടൽ ഏരിയ എന്താണ്? z ക്യൂബ് പ്ലസ് 3z മൈനസ് 1 ഡിവൈഡഡ് ബൈ z മൈനസ് 2 the whole cube is analytic. സോ ഇവിടെ മുകളിൽ ന്യൂമറേറ്ററിലിരിക്കുന്നത് പോളിനോമിയലാണ്. പോളിനോമിയൽ ആകുമ്പോൾ അത് അനാലിറ്റിക് ആണ്. z മൈനസ് 2 ദ ഹോൾ ക്യൂബ് ആകുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പോളിനോമിയലാണ്, അത് അനാലിറ്റിക് ആണ്. പക്ഷേ ഏത് പോയിന്റിലാണ് ഡിഫൈൻഡ് ഇല്ലാത്തത്? ഇസറ്റിൻ്റെ പ്ലേസിൽ നമുക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഇസറ്റിൻ്റെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 മൈനസ് 2 0 ആണ്. അപ്പോൾ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ക്ലിയർ ആണ്. അപ്പോൾ ഇത് ഈസ് അനാലിറ്റിക് അറ്റ് ആൾ പോയിന്റ്സ്, except at z equal to 2. z equal to 2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 മൈനസ് 2 എന്താവും? 0 ആവും. ഡിനോമിനേറ്റർ 0 എന്ന ഫംഗ്ഷൻ. സോ അവിടെ ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട് ആ പോയിന്റിൽ മാത്രം അനാലിറ്റിക് അല്ല, ബാക്കി എല്ലായിടത്തിലും അനാലിറ്റിക് ആണ്. നമുക്കറിയുന്നതാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ അനാലിറ്റിക്കിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് ഫംഗ്ഷനൊക്കെ ഹോൾ കോംപ്ലക്സ് പറയുന്ന അനാലിറ്റിക് ആയിരിക്കും ഓർക്കുന്നുണ്ടോ? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, സൈൻ എ ഇസഡ്, കാസ് എ ഇസഡ്, പോളിനോമിയൽ ഇൻ ഇസഡ്. ഇത് പോളിനോമിയൽ ഇൻ ഇസഡ് ആണ്, അനാലിറ്റിക് ആണ്. z മൈനസ് 2 ഇതും അനാലിറ്റിക് ആണ്. പക്ഷേ z ഈക്വൽ ടു 2 ഇടുമ്പോൾ അത് ഡിഫൈൻഡ് ആകുന്നില്ല. 2 മൈനസ് 2 0, ഡിനോമിനേറ്റർ 0. സോ അതുകൊണ്ട് ആ പോയിന്റിൽ അത് അനാലിറ്റിക് അല്ല. ഓക്കെ, എക്സെപ്റ്റ് അറ്റ് z ഈക്വൽ ടു. പിന്നെ ഈ പോയിന്റ് സർക്കിളിന്റെ ഇൻസൈഡ് ആണ് ഔട്ട്സൈഡ് ആണ് ചെക്ക് ചെയ്യണം. സോ അതിനുവേണ്ടി നമുക്ക് ഒരു ബോക്സ്, ഇത് നമുക്ക് എക്സാമിന് എഴുതണമെന്ന് നിർബന്ധമില്ല. നീ മൈൻഡ് കൊണ്ട് തന്നെ നീ നോക്കാം. z നമ്മൾ തന്നിരിക്കുന്നത് എന്താണ്? ഗിവൺ മോഡുലസ് ഓഫ് z മൈനസ് 3 ഈക്വൽ ടു 2 ആണ്. എന്ത് ചെയ്തു? നീ
z equal to 2 substitute ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താവും 2 minus 3 equal to 2 minus 3 ആവുമ്പോൾ z ന്റെ പ്ലേസിൽ 2 ഇടുമ്പോൾ 2 minus 3 2 minus 3 ആവുമ്പോൾ -1 ആണ്. മോഡുലസ് ഓഫ് -1 മോഡുലസ് ഓഫ് -1 ആവുമ്പോൾ എന്താവും സ്ക്വയർ റൂട്ട് ഓഫ് -1 the whole square plus 0 square. എന്ത് കിട്ടും നിനക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് കിട്ടും. അതിന്റെ വാല്യൂ 1 ആണ്. that is equal to 1, that is less than 2 ആണ്. നമ്മുടെ റേഡിയസ് ഇവിടെ 2 ആണ്. therefore z equal to 2 lies inside. ഓക്കെ, അപ്പോൾ z minus 2 lies inside ആയതുകൊണ്ട് നമുക്കിപ്പോൾ ചൂസ് ചെയ്യാൻ പോകുന്ന എഫ് ഓഫ് ഇസറ്റിൽ അനാലിറ്റിക് ഫെയിലിയർ ആവുന്ന പോയിന്റ് സർക്കിളിൻ്റെ അകത്തിരിക്കുകയാണെങ്കിൽ അതും എടുക്കാൻ പാടില്ല. ഇവിടെ 2 എന്ന് പറഞ്ഞ പോയിന്റ് അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ആണ്. അതെവിടെ ഇരിക്കുന്നത്? സർക്കിളിൻ്റെ ഇൻസൈഡ് ആയിരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റ് എടുക്കാൻ പാടില്ല. ബാക്കിയുള്ള ടേമെല്ലാം നമ്മുടെ എഫ് ഓഫ് ഇസറ്റ് എടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ടേം എന്താണ് തന്നിരിക്കുന്നത്? ഇത് ജസ്റ്റ് ഈ ന്യൂമറേറ്റർ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെടുക്കണം? take f of z is equal to നമ്മൾ തന്നിരിക്കുന്ന പോളിനോമിയൽ അത് z minus 2 the whole cube മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ടേം z cube plus 3z minus 1. സോ നമ്മൾ തീർച്ചയായിട്ടും അറിയാം ഒരു പോളിനോമിയൽ ആകുമ്പോൾ കോംപ്ലക്സ് പ്ലെയിനിൽ എവിടെ നോക്കിയാലും അനാലിറ്റിക് ആണ്. എന്തായാലും നമ്മൾ തന്നിരിക്കുന്ന ഈ സർക്കിൾ എവിടെ നോക്കിയാലും അനാലിറ്റിക് ആണെങ്കിൽ ഈ സർക്കിളിന്റെ അകത്തും ഓൺ ദ സർക്കിൾ അനാലിറ്റിക് ആണ്. ഓക്കെ, clearly f of z equal z square plus 3z minus 1 is take f of z equal to clearly f of z is analytic at all points inside and on the circle. Inside and on the circle modulus of z minus 3 equal to 2. ഹോൾ കോംപ്ലക്സ് പ്ലെയിനിൽ തന്നെ ഈ പോളിനോമിയൽ അനാലിറ്റിക് ആണ്. അതുകൊണ്ട് സർക്കിളിൻ്റെ അകത്തും ഓൺ ദ സർക്കിൾ അനാലിറ്റിക് ആയിരിക്കും. ഓക്കെ, പോളിനോമിയൽ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ പ്രോബ്ലത്തിൽ വരാം. therefore നമ്മൾ പ്രോബ്ലത്തിൽ പോകണം. ഇന്റഗ്രൽ ഓവർ c z ക്യൂബ് പ്ലസ് 3z മൈനസ് 1 ബൈ z മൈനസ് 2 ദ ഹോൾ ക്യൂബ് dz ഈക്വൽ ടു z ക്യൂബ് പ്ലസ് 3z മൈനസ് 1 നമ്മുടെ എഫ് ഓഫ് z എടുത്ത് integral over c f of z divided by z minus 2 the whole cube dz. ഇപ്പൊ നീ അവിടെ ഷാർപ്പാ നോക്കടാ. എന്താണ് നമ്മുടെ എഫ് ഓഫ് z കംപ്ലീറ്റ് ആയിട്ട് സർക്കിളിന്റെ അകത്തും ഓൺ ദ സർക്കിൾ അനാലിറ്റിക് ആണ്. 2 എന്ന് പറഞ്ഞ പോയിന്റ് സർക്കിളിന്റെ അകത്തിരിക്കുന്ന പോയിന്റ് ആണ്. സർക്കിളിന്റെ അകത്തിരിക്കുന്ന പോയിന്റ് അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ആണ്. സർക്കിളിന്റെ അകത്തിരിക്കുന്ന പോയിന്റ് ആണ്. അപ്പൊ ഇത് ഹോൾ ക്യൂബ് വരുമ്പോൾ ഇതിന്റെ ഫോർമുല എന്താണ്? ഹോൾ ക്യൂബ് ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് മുമ്പ് നോക്കിയത് 2 pi I into f of 2. അത് കാർഷീസ് ഇന്റഗ്രൽ ഫോർമുല. സോ ഇവിടെ ഹോൾ ക്യൂബ് വരുന്നു. അപ്പോൾ ജസ്റ്റ് മുമ്പ് നോക്കിയ ഫോർമുല പ്രകാരം എന്താവും? ഈക്വൽ ടു 2 pi I by 2 factorial. ഇവിടെ 3 വരുന്നതുകൊണ്ട് 2 factorial into f double dash of 2. ഇടേണ്ട പോയിന്റ് 2 ആണ്. f double dash of 2. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമുക്ക് ഇനി എന്ത് കാണണം? f of z നെ 2 ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പിന്നെ z ന്റെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ നൗ f of z നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ എന്താണ്? z ക്യൂബ് പ്ലസ് 3z മൈനസ് 1 f ഡാഷ് ഓഫ് z ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് എന്താവും? 3z സ്ക്വയർ പ്ലസ് 3 പിന്നെ f ഡബിൾ ഡാഷ് ഓഫ് z ഈസ് ഈക്വൽ ടു, കാരണം നമുക്ക് f ഡബിൾ ഡാഷ് ഓഫ് 2 ആണ് ആവശ്യം. എന്താ വരും? 6z പ്ലസ് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. ഓക്കെ, 6z ആണ്. therefore f ഡബിൾ ഡാഷ് ഓഫ് ഏത് വാല്യൂ ആണ്? 2 ഈക്വൽ ടു 6 into 2 equal to 12. ഓക്കെ, ആ വാല്യൂനെ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോബ്ലം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇത് ബാക്കിയുള്ള സ്റ്റിൽ ചെയ്ത് ബാക്കി ക്ലിയർ ആക്കുക. നമുക്ക് 2 അനാലിറ്റിക് ഫെയിലിയർ ആയിരുന്നു. 2 സർക്കിളുടെ ഇൻസൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി ടേമിന് എഫ് ഓഫ് z എടുത്ത് z മൈനസ് 2 ദ ഹോൾ ക്യൂബ് ആയതുകൊണ്ട് ഫോർമുല എഴുതി നമുക്ക് f ഡബിൾ ഡാഷ് ഓഫ് 2 വാല്യൂ ആയി. പിന്നെ ആ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും? therefore so 1 implies എന്താവും? ലെഫ്റ്റ് സൈഡ് ഇന്റഗ്രൽ ഓവർ c z ക്യൂബ് പ്ലസ് 3z മൈനസ് 1 ഡിവൈഡഡ് ബൈ z മൈനസ് 2 ദ ഹോൾ ക്യൂബ് ഇൻറ്റു dz ഈക്വൽ ടു 2 pi I
by 2 factorial. 2 factorial value 2 തന്നെയാണ് into f double dash up 2 യുടെ വാല്യൂ എന്ത് കിട്ടി? 12 കിട്ടി. 12. f double dash up 2 യുടെ വാല്യൂ 12. കേസ് നമ്പർ 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓക്കെ, ബാക്കി സിമ്പിൾ ചെയ്യുമ്പോൾ ഇത് 6 ആകും, അല്ലെങ്കിൽ ഈ 2 തമ്മിൽ ക്യാൻസൽ ആകും. ബാക്കി എന്ത് വരുന്നത് 12 pi I. ഓക്കെ, പ്രോബ്ലം ഒന്ന് ക്ലിയർ ആണ്. നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഒരു പ്രാക്ടീസിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്റ്റിൽ എഴുതി നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പോവാം. Okay, evaluate integral over C sin 2z divided by z minus pi I by 2 the whole raised to 4, the whole raised to 4 dz, where C is a square, C is a circle, modulus of z equal to 2, where C is a circle, modulus of z equal to 2. Okay, so നമുക്ക് അതിന്റെ സൊല്യൂഷൻ നോക്കാം. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സൊല്യൂഷൻ ഫസ്റ്റ് എന്ത് ചെയ്യണം? the integrand sin 2z by z minus pi by 2 I the whole raised to 4 dz. So the whole raised to 4. ഇത് ഇന്റഗ്രേഷൻ ചെയ്യുന്ന ടൈം ഈ ഫംഗ്ഷൻ എന്താണ്? sin 2z ആകുമ്പോൾ കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്. ഓക്കെ, താഴെ ഇരിക്കുന്ന പോളിനോമിയൽ അനാലിറ്റിക് ആണ്. സോ ഏത് പോയിന്റിലാണ് ഡിനോമിനേറ്റർ നമുക്ക് 0 വരുന്നത്? ഇസറ്റിന്റെ പ്ലേസിൽ പൈ ബൈ കൂടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, പ്രോബ്ലത്തിൽ പ്ലസ് പൈ ബൈ 2 ഇടാം. കാര്യം നമുക്ക് എന്തുകൊണ്ട് നമുക്ക് നേരത്തെ മൈനസിൽ നോക്കിയാൽ പ്ലസ് എടുക്കാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന പോയിന്റ് നമുക്ക് എന്താണ്? ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യുക, പ്ലസ് പൈ ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് തന്നിരിക്കുന്നത് sin 2z അനാലിറ്റിക് ആണ്, താഴത്തതും വളരെ അനാലിറ്റിക് ആണ്. പക്ഷേ ഇവിടെ ഡിഫൈൻഡ് അല്ല. ഇസറ്റിന് പകരം ഞാൻ പൈ ഐ ബൈ 2 ഇടും, മൈനസ് പൈ ഐ ബൈ 2 ഇട്ടാൽ എന്താവും? മൈനസ് പൈ ഐ ബൈ 2 പ്ലസ് പൈ ഐ ബൈ 2 0 ആണ്. ഒരേ കാര്യമാണ് നോക്കിയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണിത്? എവിടെ അനാലിറ്റിക് ആണ്, പക്ഷെ ഒരു പോയിന്റിൽ മാത്രം അനാലിറ്റിക് അല്ല. ഏതാണ്? മൈനസ് പൈ ഐ ബൈ 2 ഇടുമ്പോൾ ഡിനോമിനേറ്റർ 0 ആണ് ഇസറ്റിന് പകരം. ഓക്കെ, അപ്പോൾ ഈസ് അനാലിറ്റിക് except the point z equal to minus pi I by 2. ഇവിടെ മൈനസ് പൈ ഐ ബൈ 2 ഇടുമ്പോൾ മൈനസ് പൈ ഐ ബൈ 2 പ്ലസ് പൈ ബൈ 2 എന്താവും? അന്ന് ടൈം ക്യാൻസൽ ആവും. ഓക്കെ, അവിടെ നമുക്ക് അനാലിറ്റിക് അല്ല. ഓക്കെ, ഇപ്പം നമുക്ക് എന്താണ് എടുക്കേണ്ടത്? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ പോയിന്റ് സർക്കിളിന്റെ ഇൻസൈഡ് ആണോ അല്ലെങ്കിൽ ഔട്ട് സൈഡ് ആണോ ചെക്ക് ചെയ്യണം. അടുത്ത കാര്യം, നമ്മൾ ഏത് പോയിന്റ് അനാലിറ്റി ചെക്ക് ചെയ്യണം? അടുത്ത സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് സർക്കിളിന്റെ ഔട്ട് സൈഡ് ആണോ? ഈ ഔട്ട് സൈഡ് ആണെങ്കിൽ ഒന്നും നോക്കാനില്ല. കോഷീസ് തിയറം പറയുന്നത് അനാലിറ്റിക് ഫെയിലിയർ ആകുന്ന പോയിന്റ് ഒക്കെ സർക്കിളിന്റെ ഔട്ട് സൈഡ് ആണ്, അതിന്റെ വാല്യൂ ഈക്വൽ ടു 0 ആണ്. ഇൻസൈഡ് ആകുമ്പോഴാണ് നമുക്ക് കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയും ഇപ്പോൾ എടുക്കുന്ന ഡെറിവേറ്റീവ് പവർ വരുമ്പോൾ ഡെറിവേറ്റീവും. ഓക്കെ, സോ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ സോ അതിന്റെ ഇൻസൈഡ് ഔട്ട് സൈഡ് നോക്കാൻ വേണ്ടി ഗിവൺ സർക്കിൾ എന്താണ്? മോഡുലസ് ഓഫ് z ഈക്വൽ ടു 2 ആണ്. സോ ഇസറ്റിന്റെ പ്ലേസിൽ നമുക്ക് ഇടുന്നത് മൈനസ് പൈ ഐ ബൈ 2. സോ ഈ ഇടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് മൈനസ് പൈ ഐ ബൈ 2. ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്നാവും. ഓക്കെ, എന്നാ വേണമെങ്കിൽ എഴുതാം. സോ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് ഒരു കാര്യം മനസ്സിലാവുന്നു, മൈനസ് പൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ. മൈനസ് പൈ ബൈ 2 ഹോൾ സ്ക്വയർ ആകുമ്പോൾ എന്താവും? മൈനസ് എന്താവും? പ്ലസ് ആകും. പൈ ബൈ 2 എന്താവുന്നത്? ഇവിടെ എന്താവും? എന്ത് കിട്ടും എനിക്ക്? സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ ചെയ്യുമ്പോൾ പൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്നാവും. സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് പോകും. സോ ഈക്വൽ ടു പൈ ബൈ 2 ആണ്. പൈ ബൈ 2യുടെ വാല്യൂ എന്താണ്? പൈ ആകുമ്പോൾ 3.14 ആണ്, ഡിവൈഡ് ബൈ 2. 3.14 ഡിവൈഡ് ബൈ 2 ആകുമ്പോൾ 1 പോയിന്റ് സംതിങ് എന്നാവും. ഇപ്പോൾ 4/2 വരുമ്പോഴാണ് എന്ത് വരുന്നത്? 2 വരുന്നത്. 3.14/2 ആകുമ്പോൾ 1 പോയിന്റ് സംതിങ് എന്നാവും. സോ എന്തായാലും ഇത് ലെസ് ദാൻ 2 ആണ്.
ലെസ് ദാൻ 2 ആയതുകൊണ്ട് നമുക്ക് ഓക്കെ ഇത്ര ദൂരം ഉണ്ടല്ലോ ഇവിടെ എഴുതാം ഈസ് 3 ദാറ്റ് ഈസ് ലെസ് ദാൻ 2. നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ പൈയുടെ വാല്യൂ 3.14 എന്ന് പോകും. 3.14 ഡിവൈഡ് ബൈ 2 ഇടുമ്പോൾ ലെസ് ദാൻ 2 ആണ്. സോ ലെസ് ദാൻ 2 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore minus pi I by 2 lies inside C. സർക്കിളിന്റെ അകത്തായിരിക്കുന്നു. സോ സർക്കിളിന്റെ അകത്തായിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ബാക്കി ടേം എന്തുണ്ടോ ആ ടേമിനെ നമ്മുടെ എഫ് ഓഫ് ഇസഡ് എടുക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് മൈനസ് പൈ ഐ ബൈ 2 അനാലിറ്റി ഫെയിലർ എന്ന പോയിന്റ് ആ ടേം സർക്കിളിന്റെ ഇൻസൈഡ് ആയതുകൊണ്ട് ഈ ടേമിന് നമുക്ക് എടുക്കാൻ പറ്റില്ല നമ്മുടെ എഫ് ഓഫ് ഇസഡിൽ. അതില്ലാതെ ബാക്കി ടേം എടുക്കുക. അതില്ലാതെ ബാക്കി ടേം ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, സൈൻ 2 ഇസഡ് ആണ്. സോ ടേക്ക് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സൈൻ 2 ഇസഡ്. സൈൻ 2 ഇസഡിന്റെ പ്രത്യേകത അറിയാം. അതിനെ എൻറ്റയർ ഫംഗ്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. എന്ത് കാരണം എന്താണ്? സൈൻ 2 ഇസഡ് നമ്മുടെ ഹോൾ കോംപ്ലക്സ് പ്ലെയിനിൽ എവിടെ നോക്കിയാലും അനാലിറ്റിക് ആണ്. എവിടെ അനാലിറ്റിക് ആണെങ്കിലും ഇത്രയും ഒരു ചെറിയ സർക്കിളിനകത്തും ഓൺ ദ സർക്കിൾ അനാലിറ്റിക് ആണ്. കാര്യം കംപ്ലീറ്റ് ആയിട്ട് അനാലിറ്റിക് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ അപ്പോൾ ഇതിനെടുക്കാൻ നമുക്ക് ക്ലിയർലി എഫ് ഓഫ് ഇസഡ് ഈസ് അനാലിറ്റിക് അറ്റ് all points inside and on the circle modulus of z equal to 2. ഈ സർക്കിളിന്റെ അകത്തും കാര്യം എന്താണ് മൊത്തത്തിൽ ഇത് ഫുൾ കോംപ്ലക്സ് പ്ലെയിനിൽ എവിടെ നോക്കിയാൽ അനാലിറ്റിക് ആണ്. അപ്പോൾ ഇത്രയും വലിയ സർക്കിളിന്റെ അകത്ത് എന്തായിരിക്കും? അതിന്റെ അകത്ത് വരുന്നതാണ് ഈ സർക്കിൾ. അകത്തും ഓൺ ദ സർക്കിളും കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്. ഓക്കെ, സോ അനാലിറ്റിക് ആണ്. ഇപ്പൊ നമ്മൾ പ്രോബ്ലത്തിൽ പോകുന്നു. സോ നൗ നമ്മുടെ ക്വസ്റ്റ്യനിൽ പോകുന്നു. നൗ integral over c sin 2z divided by z minus z plus pi I by 2 the whole raised to 4 dz is equal to എന്താണ് നമുക്ക് integral over c sin 2z നമ്മുടെ f of z ആണ്. f of z divided by z plus pi I by 2 the whole cube into whole raised to 4 into dz. ഫോർമുല പ്രകാരം ഇവിടെ നമുക്ക് പവർ 4 ആ വരുന്നത്. സോ ഫോർമുല പ്രകാരം എന്താവും? ഈക്വൽ ടു 2πi by 3 ഫാക്ടോറിയൽ. എന്തുകൊണ്ട് 3 ഫാക്ടോറിയൽ? പവർ 4 വരുന്നതുകൊണ്ട് 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് മൈനസ് പൈ ഐ ബൈ 2 ആണ്. ഇതിനു മുമ്പ് ഇസഡ് മൈനസ് 2 വന്നപ്പോൾ നമുക്ക് എന്നിട്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് 2 ഇട്ട് ജസ്റ്റ് മുമ്പുള്ള പ്രവർത്തനം ഇവിടെ ഇരിക്കുന്നത് പ്ലസ് ആണ്. അപ്പോൾ എഫ് ഓഫ് മൈനസ് പൈ ഐ ബൈ 2 മൈനസ് പൈ ഐ ബൈ 2 നമുക്ക് അനാലിറ്റിക് ഇല്ലാതെ അത് ആ പോയിന്റ് ആണ് എഫ് ഓഫ് മൈനസ് പൈ ഐ ബൈ 2. സോ ഇക്വേഷൻ നമ്പർ എഫ് ട്രിപ്പിൾ ഡാഷ് കാര്യം എന്താണ് പവർ 4 ആയതുകൊണ്ട് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് മൈനസ് പൈ ഇക്വേഷൻ നമ്പർ 1. നേരത്തുള്ള ഫോർമുല ഒന്ന് ക്ലിയർ ആക്കിയാൽ മതി. ഒത്തിരി എളുപ്പമാണ്, നീ വിചാരിക്കുന്ന പോലെയല്ല. ക്ലിയർ മനസ്സിലാക്കുകയാണെങ്കിൽ ഒത്തിരി എളുപ്പമാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താണ് ഈ ടേമിന്റെ വാല്യൂ കാണാം. സോ ഓക്കെ, ഫസ്റ്റ് ക്ലിയർ നോക്കി തന്നിരിക്കുന്ന പോയിന്റ് മൈനസ് പൈ ഐ ബൈ 2 അത് അനാലിറ്റിക് അല്ല, ബാക്കി എല്ലായിടത്തിലും അനാലിറ്റിക് ആണ്. സോ മൈനസ് പൈ ഐ 2 സർക്കിൾ നമുക്ക് തന്നിരിക്കുന്ന സർക്കിൾ മാർലസ് ഇസഡ് 2 ഇട്ടപ്പോൾ സർക്കിളിന്റെ ഇൻസൈഡ് ആണ്. സോ ബാക്കി കാര്യങ്ങൾ അവിടെ എഴുതിക്കൊണ്ട് നോക്കുക. ഇപ്പോൾ ഇത് ഞാൻ മാറ്റിട്ട് എൻ്റെ ആൻസർ നോക്കാം. ഇപ്പം നമ്മുടെ എയിം എന്താണ്? എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് മൈനസ് പൈ ഐ ബൈ 2 നോക്കണം. ഓക്കെ, സോ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു നൗ f of z is equal to sin 2z implies f dash of z equal to sin 2z ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം cos 2z into 2 ആണ്. so 2 cos 2z f double dash of z is equal to എന്താവും? cos 2z ന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് sin 2z into 2 ആണ്. ആ 2 ചേർന്ന് എന്താവും? മൈനസ് 4 sin 2z എന്നാവും. പിന്നെ sin 2z എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് z എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് z ആവുമ്പോൾ മൈനസ് 4 ഇൻറ്റു sin 2z ഡെറിവേറ്റീവ് ആണ് cos 2z ഇൻറ്റു 2 ആണ് അല്ലേ? അപ്പോൾ 2ഉം 4ഉം വരുന്നതാവും മൈനസ് 8 ഇൻറ്റു cos 2z. ഒന്നുകൂടെ നോക്കി വേണമെങ്കിൽ എഫ് ഓഫ് z sin 2z ആണ്. എഫ് ഡാഷ് ഓഫ് z എടുക്കുമ്പോൾ sin 2z ഡെറിവേറ്റീവ് cos 2z ഇൻറ്റു 2 ആണ്. അത് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ cos 2z ഡെറിവേറ്റീവ് ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് sin 2z ഇൻറ്റു 2 മൈനസ് 2 ഇൻറ്റു മൈനസ് ഇൻറ്റു 2 എടുക്കുമ്പോഴാണ് മൈനസ് 4 sin 2z. ഒന്നുകൂടെ ഡിഫറൻസ് ചെയ്യുമ്പോൾ sin 2z ഡെറിവേറ്റീവ് cos 2z ഇൻറ്റു 2 ആണ്.
So minus 4 into 2 is minus 8 cos 2z. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? F triple dash of minus pi I by 2 ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താവും? minus 8 into cos 2 into minus pi I by 2. Cos of 2 into z ന് പകരം minus pi I by 2. ഈ 2 cancel ആകും. So equal to minus 8 cos of minus pi I. Okay, cos of minus a യുടെ വാല്യൂ cos a ആണ്, നമുക്ക് അറിയുന്നതാണ്. sin of minus a യുടെ വാല്യൂ minus sin a ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? minus 8 into cos pi I. ഇപ്പം നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നിട്ടുണ്ട് ഒരു ആൻസർ എന്താണ്, പല പ്രാവശ്യം തന്നിട്ടിരിക്കുകയാണ്. cos of ix ഈക്വൽ ടു cos h x ആണ് അല്ലേ? അപ്പൊ cos pi I ആവുമ്പോൾ എന്താവും? cos I pi ആണ്, cos h pi ആണ്. ഓക്കെ, അതുകൂടെ നമുക്ക് ഇവിടെ എഴുതാം. സോ നമുക്കിത് ഞാൻ ചെയ്ത് മായ്ക്കാണ്, എല്ലാം നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ therefore that is equal to എന്ത് വരും? minus 8 into cos h pi. ഓക്കെ, അങ്ങനെ f triple dash of minus pi I by 2i. So therefore 1 implies, equation number 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ integral over c sin 2z divided by z plus pi I by 2 the whole raised to 4 dz equal to 2 pi I by 3 factorial value 6 into minus 8 cos h pi. ബാക്കി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താവും? ഈ 2ഉം 6ഉം 3 ആകും. minus 8 പുറത്തെടുക്കാം. സോ അപ്പോൾ ലാസ്റ്റ് ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു minus 8 by 3, 2ഉം 6ഉം 3 ആവും, minus 8 by 3 pi I cos h pi എന്നാവും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുണ്ട്. അടുത്ത വീഡിയോയിൽ ആ 2 ക്വസ്റ്റ്യൻ നോക്കാം. ശരിയാ മക്കളെ? ഓക്കെ.